പ്രിയമുള്ളവരെ, ഈ സന്തോഷ നിമിഷത്തിൽ നമുക്ക് ഓർത്തു പോകുന്നത് അങ്ങകലെയുള്ള ഗസയിൽ പ്രിയപ്പെട്ട നമ്മുടെ പിഞ്ചുമക്കൾ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, കിടന്നുറങ്ങാൻ പോലില്ലാതെ പ്രയാസപ്പെടുകയാണ്, ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുകയാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന റാലി മറ്റൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കാണാൻ പോണത്. ഓക്കെ, ഇന്നൊരു ഞായറാഴ്ച ദിവസം റാലി രാവിലെ 7 മണിക്ക് കൊടിയേറ്റത്തോടു കൂടി അതൊക്കെ നമുക്ക് 7:30 പോയി നോക്കാം. എല്ലാ സഹോദരന്മാരും യുവ സുഹൃത്തുക്കളും നമ്മുടെ റാലിയുടെ ആരംഭസ്ഥലമായ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നീങ്ങണമെന്ന് അറിയിക്കുന്നു. കൃത്യം സമയത്ത് റാലി ആരംഭിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. എല്ലാവരും റാലിയുമായി പരിപൂർണമായി സഹകരിക്കണമെന്നും നമ്മുടെ റാലിയുടെ പോയിന്റിലേക്ക് നീങ്ങണമെന്നും അറിയിക്കുകയാണ്. ഏവർക്കും നബിദിനാശംസകൾ. റാലിക്കുള്ള പൈലറ്റ് വാഹനം റെഡി. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. അവിടെ കൊടിയേറ്റം അങ്ങോട്ട് വേണ്ടി എല്ലാവരും പോകണം. അവിടെ പിന്നെ റാലി സ്റ്റാർട്ടാവും. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. സ്കൗട്ടിനുള്ള കുട്ടികളാണ്. രണ്ട് 3 ദിവസമായിട്ടോ പരിപാടി തുടങ്ങിയിട്ട്. വെള്ളിയാഴ്ച തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പൊക്കെ വയറിലും മറ്റു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തലേദിവസം രാത്രിയിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു, കുട്ടികളുടെ പരിപാടിയൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് ഞായറാഴ്ച സമാപനം. അപ്പം ഇന്ന് റാലിയൊക്കെ എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മഹലിലെ മീലാദാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള അവിസ്മരണീയ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പ്രൗഢമായ റാലി നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് പ്രത്യേകമായി നാമൊക്കെ ഓർക്കുന്നത് ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് നയിച്ച് നമുക്ക് മാതൃകയായി നമ്മോട് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കൾ,
സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ റാലി ഗസയിലെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പിഞ്ചു മക്കൾക്ക് ഒരു ഐക്യദാർഢ്യം കൂടിയാണ് എന്ന് നമ്മൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഒരു അമൽ സ്വാലിഹാത്തുകളാണ്. ഈ അമൽ സ്വാലിഹാത്തിനൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രിയപ്പെട്ട ഗസയിലെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ തുണയാകണേ റഹ്മാനെ, അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവരെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന സയനിസ്റ്റ് ജൂത ഭീകരന്മാരെ നീ പരാജയപ്പെടുത്തു റഹ്മാനെ. അവരെ അധികാരങ്ങൾക്ക് നീ തകർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതകാലത്ത് അവരൊക്കെ തകരുന്ന സന്തോഷകരമായിരിക്കുന്ന കാണാൻ ആ ഒരു നിമിഷം കണ്ട് മരിക്കാൻ ലോകത്തിലെ എല്ലാ സഹോദരർക്കും നീ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ റാലിയുമായി മുന്നോട്ട് പോകുമ്പോൾ കുടിക്കാൻ പായസമോ വെള്ളമോ ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ട പ്രവാചകരുടെ നമ്മുടെ നാടിന്റെ മണ്ണും വെള്ളവും സൂക്ഷിക്കേണ്ടവരാണ്, സംരക്ഷിക്കേണ്ടവരാണ് നാമൊക്കെ. പ്രവാചക അധ്യാപനം അത് തെളിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിനും വെള്ളത്തിനും ഒന്നും പ്രയാസമില്ലാതെയാവാൻ വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ റാലി ദുആയോടുകൂടി ആരംഭിച്ച് പ്രിയപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമസ്തയുടെ പതാക പ്രയാസമുണ്ടാകാം, പ്രതിബന്ധമുണ്ടാകാം, എന്തുണ്ടെങ്കിലും നിങ്ങളൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുമായി നല്ല നീയത്തോടു കൂടി നമുക്ക് നമ്മുടെ റാലി നമുക്ക് പിന്നെ മഹല്ലത്തിനാ ഹാദാ അൽ-മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ലില്ലാഹിസ് സമദ് ലം ലില്ലാഹിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد إله الناس من شر الوسواس الخناس محمد وعلى آل سيدنا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا المسلمين في فلسطين وغزة اللهم انصر المسلمين في فلسطين وغزة اللهم أهلك اليهود الذين يقتلون صبياننا ونساءنا وإخواننا في فلسطين وغزة اللهم أهلكهم يا جبار اللهم أهلكهم يا قهار اللهم أهلكهم يا أرحم. سبحان ربك رب العزة. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر ولله الحمد.
ഹലോ സ്നേഹികളും വിവാഹത്തിന് അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ാണ്ട് വസന്തം പിറന്നിട്ട് 1500 ആണ്ട്, താരകം തെളിഞ്ഞിട്ട് 1500 ആണ്ട്, മുമ്പ് വിരിഞ്ഞിട്ട് 1500 ആണ്ട്, മലാക്കന്മാർ താരാക്കപാടി ഉണർക്കാൻ കാത്തിരുന്ന ആരംഭപ്പൂവായ കുഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1000 എപ്പോൾ തന്നെ സ്കൗട്ട് ചെയ്യണം കേട്ടോ, ടയേർഡാവും. നേരം വയ്യോ? വേഗട്ടിക്ക് ഒഴിഞ്ഞു പോയി. അവിടെ മനുഷ്യന്മാർ നിങ്ങൾ എത്ര ലൈനാ? 15 ലൈനോ? ഒഴിഞ്ഞു പോയി.
ജന്മദിനത്തിന്റെ ഭാഗമായി EMSS കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ ഘോഷയാത്രയാണ് ഈ വൈകാരികളുടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുഭവിക്കുക. الصلاة على النبي والهادي بالنبي. പനികൾക്ക് മോചകനായി, അടിമകൾക്ക് ആശ്രിതനായി, സത്യത്തിന്റെ നിറകൂടമായി, നേരിന്റെ നേരറിവുമായി പിറന്ന പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഘോഷയാത്രയാണ് ഈ വൈതാരിയിലൂടെ കടന്നു വരുന്നത്. ആശീർവദിക്കുക. മെഹബൂബി തേൻമൊഴി മഹമൂദിൻ തേൻമൊഴിയിൽ പാകും തേൻകളം പൂങ്കാവനം. പിറന്ന് പിളർത്തിയും വന്നവരൊക്കെ ഖുശിയാലെ മടങ്ങി. ഉലകത്തിന്റെ പൊരുളാണ് പറുദീസയിലെ കുളിരേകും പൂമുട്ടു അവരെ പേരൂത്. പകരമായ റസൂലേ അഹദി കോർത്തൊരു അതിലും മുഴുവുള്ളതിനാലെ അഹമ്മദിനൂടെ മഹമൂദിൻ തേൻമൊഴിയിൽ പാവനം വിരിയും പൂങ്കാവനം. കനകത്തിൻ നൂല് കൊളുത്ത് കരളിലൊതുക്കിയ മതിയിൻ പൂവകളുണ്ട്. പ്രണയം പറയാനരികിൽ അരമേഘം താണ്ടി കടന്ന് പ്രിയമോടെ അരികിൽ വന്ന് കടന്നോടുണ്ട്. മഷഹൂറലി പേരുത്തൊരു മക്കാടിക്കകമിൽ കൂടിത്തൊരു സുൽത്താൻ. മധുരിക്കും മാക്കണമിൽ വിരിയും പൂങ്കാവനം. നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ എല്ലാ സഹോദര സഹോദരിമാരും ജാതി മതഭേദമന്യേ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചു സഹായിച്ചു. നമ്മുടെ നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഹൈന്ദവ സഹോദരങ്ങളും പങ്കെടുത്ത വളരെ ഹൃദയസ്പൃക്കായ കാഴ്ചയാണ് നാം കണ്ടത്. അള്ളാഹു ചെയ്യട്ടെ, ഒരു പ്രയാസവുമില്ലാതെ സന്തോഷകരമായ സാഹചര്യം അള്ളാഹു നൽകട്ടെ. എല്ലാവിധ ഐശ്വര്യവും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ഇങ്ങോട്ട് നോക്കടാ. 1000 അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. فاختفت منه البدور مثل يا حبيب سلام عليكم صلوات الله يا حبيبي يا محمد يا رؤوس الحافظين يا مؤيد يا ممجد
നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി MSS കമ്മിറ്റി നടത്തിവരുന്ന ഐതിഹാസികമായ ഘോഷയാത്രയാണ് കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികമായ നബിദിനം നമ്മുടെ നാട്ടിന്റെ ഐതിഹാസികമായ ഈ മതസൗഹാർദ്ദ പാരമ്പര്യം എല്ലാ കാലത്തും നിലനിൽക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിന് വെളിച്ചം നൽകുന്ന നാട്ടിന്റെ ഞങ്ങൾ ആശീർവദിക്കുന്നു, ആശംസിക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1000 كل ما في كونها منك يا باهر الجبين وله فيك حبيب الله يا نبي سلام يا رسول الله മാലാഖമാർ താരാട്ട് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര സംഘം പേര് പകർന്നു അതുപോലെ ദൗത്യമേറ്റ് നീതി പടർന്നു ഇത് ചന്തം നാടാകെ എടുക്കുന്നത്
صلاة السلام عليك طه يا ممجد صلواتي مقصد السلام عليك يا حسن انتفرت صلوات يا ماهي الدرب النبي والسلام وهو خير العالم في بدر التمام السلام عليك يا خير الأنام صلوات آل മൊബൈൽ സ്പോണ്ടോ? ആ മുട്ടായി ഇല്ല, ഇട്ടില്ല. മൊബൈൽ സ്പോണ്ടോ? നടക്കാൻ വയ്ക്കോ? الشفيع العبدالي والحبيب العربي ഇതാരാണ് കൊണ്ടുപോയേ? ഞാൻ കൊണ്ടുപോകാൻ പറ്റടി, ആള് ഇരിക്കുവോ? ഇതാരത്? ആലി കണ്ടോ പോന്ന്? ഓ വേണ്ട. سيدنا محمد أوصل يسر عسيرنا وسهل أمورنا وقض حونا وأمراض مرضانا يا شافي الأمراض ثم إلى حضرات آبائنا وأمهاتنا وأساتذتنا مقبرة محلة آتهم وأكرم نزلهم ووسع مدخلهم وغسلهم بالماء والثلج والبرد ونقم روضات من رياض الجنان ولا تجعل قبورهم حفرات من حفر النيران اللهم اجمع بيننا وبينهم في دار جناتك الفردوس اللهم نور قبورهم بنور القرآن اللهم زين قبورهم بزينة القرآن ربنا تقبل منا إنك أنت السميع العليم وصلى الله تعالى وسلم على خير خلقه وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين. ഈ വർണ്ണശബളമായ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി മികവാൽ തെളിയഴകുന്നേ മികവാലതി പെരുമകരന്നേ പതിലങ്കും ഒരു മലർന്നേ തുമേഫിൽ ജിന്ദമി ഗന്നേ മികവാൽ തെളിയഴകുന്നേ പതിലങ്കും ഒരു മലർന്നേ ചിന്ത ചേർത്തുവപ്പിൽ ചന്തമായി ചിന്ത ചേർത്തുവപ്പിൽ ചന്തമായി കരുത്താതിറ്റെന്നുമിവ കരുതലിന്റെ കാവലാരമായി. ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ റാലി അതിലേറ്റവും വലിയ من أبدا علي وقرسه لله جاهك بي إذا الكريم تعالى وإن من جودك عصياني في القسم مولاي صل وسلم دائما أبدا على حبيبك خير
الخلق كلهم يا ربي واجعل رجاء غير من لهم أهل التقى والنقاء والحلم പ്രവർഷവും മേളങ്ങളുടെ ആകമ്പടിയോടുകൂടി മുന്നോട്ട് നയിക്കുന്ന ഈ യാത്രക്ക് സ്വീകരണം നൽകിയ എല്ലാവർക്കും ഞങ്ങൾ സന്തോഷം സംഘം നേര് സ്വീകരണ ജാഥ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എല്ലാ നല്ല അമലുകളും നാദം സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ യാത്രക്ക് ഞങ്ങൾക്ക് മംഗളം നിലനിർത്തുന്നു. അടങ്ങാത്ത പ്രവാചക സ്നേഹത്തിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഹർഷപുളകിതരായി കടന്നുവരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക. തീബോംബുകൾ വർഷിക്കുന്നൊരു നാടുണ്ട്, നാട്. മൗലീദുകൾക്ക് പകരം തൽക്കീനുകൾ മുഴങ്ങിക്കേൾക്കുന്നൊരു നാട്. സമ്മാനപ്പൊതികൾക്ക് പകരം ഭക്ഷണപ്പൊതികൾക്കായി കുട്ടികൾ കാത്തുനിൽക്കുന്നൊരു നാട്. വർണ്ണത്തോരണങ്ങൾക്ക് പകരം ആ നാടിന് നീ മാത്രമാണ് പോരാളികളൊക്കെ ഇവിടെ വർണ്ണശബളമായ 9ാം മൈൽ നിവാസികളുടെ ഊഷ്മളമായ സ്വീകരണം പതാക സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ഇസ്ലാം മദ്രസയുടെ മൗലിദ് റാലിക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്ന 9ാം മൈൽ നിവാസികൾക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന MSS കമ്മിറ്റിയും മഹല്ല് കമ്മിറ്റിയും സംഘടിപ്പിച്ച വർണ്ണാഭമായ റാലിക്ക് 9ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം സംഘത്തിന്റെ ഹൃദ്യമായ സ്നേഹോഷ്മളമായ ധന്യമായ അനുഗ്രഹീതമായ സ്വീകരണമാണ് നിങ്ങൾ നൽകിയത്. നിങ്ങൾ നൽകിയ അനിർവചനീയമായ ഈ സ്നേഹ സംഗമത്തിന് നന്ദി പറയാൻ വാക്കുകൾ അതീതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ.
എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് ആത്മാർത്ഥമായി സമർപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റാലി ഒരുപാട് സന്തോഷത്തിന്റെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മേഫൽഡ് ശ്രീ മുത്തുമാരിയമ്മൻ മുൻനിരയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ റാലി നൽകിയത്. വർഗീയതയുടെ, ഫാസിസത്തിന്റെ, തീവ്രവാദത്തിന്റെ കറുത്ത മുഖങ്ങളും ആശങ്കകളും പത്തിവിടർത്തുന്ന നമ്മുടെ ഐക്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശമാണ് ഈ മീലാദ് റാലി ലോകത്തിന് സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം കൈമാറിക്കൊണ്ട്, സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിലെ ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ എല്ലാ തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ സന്തോഷ നിമിഷത്തിൽ നമുക്ക് ഓർത്തു പോകുന്നത് അങ്ങകലെയുള്ള ഗസയിൽ പ്രിയപ്പെട്ട നമ്മുടെ പിഞ്ചുമക്കൾ വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, കിടന്നുറങ്ങാൻ പോലില്ലാതെ പ്രയാസപ്പെടുകയാണ്, ഇഞ്ചിഞ്ചായി മരിച്ചു വീഴുകയാണ്. ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നാമൊക്കെ ഈ മീലാദ് റാലിയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നാം ആ പ്രിയപ്പെട്ട ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട്, നമ്മുടെ പിഞ്ചു മക്കളോട്, നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ ഉമ്മമാരോട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഗസയിലെ ഞങ്ങൾ പ്രിയപ്പെട്ടവർക്ക് നീ തുണയാകണേ റഹ്മാനെ, അവർ നീ സഹായിക്കണേ റഹ്മാനെ, അവർ നീ സഹായിക്കണേ റഹ്മാനെ, അവർക്ക് നീ ഭക്ഷണം കൊടുക്ക റഹ്മാനെ, വെള്ളം നൽക റഹ്മാനെ, താമസിക്കാൻ അനുയോജ്യമായ വീട് കൊടുക്ക റഹ്മാനെ, അവർ നീ ശക്തിപ്പെടുത്തുന്ന റഹ്മാനെ, അവരെ ഇഞ്ചിഞ്ചായി കൊന്നെടുക്കുന്ന ഇസ്രായേലി ഫാസിസ്റ്റുകൾ നീ തകർക്കണേ റഹ്മാനെ. സാമ്പത്തികമായി, അധികാരമായി എന്തൊക്കെ സ്രോതസ്സുകളുണ്ടോ അതെല്ലാം തകർത്തുകൊണ്ട് ആ സന്തോഷകരമായിരിക്കുന്ന സ്വപ്നം കാണാൻ സാക്ഷാത്കരിക്കുന്ന നാട്ടിൽ നിന്ന് മാറ്റിയോടിക്കപ്പെട്ട പ്രിയപ്പെട്ട ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യം മാത്രമാണ് ഈ ലോകത്ത് നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രായേലി ഭീകരന്മാർ നമ്മെ നയിക്കുമ്പോൾ, ഈ ലോകത്ത് നയിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ പറയാതിരിക്കാൻ സാധ്യമല്ല. നമുക്കുള്ളത് ആത്മാർത്ഥമായി പടച്ചറപ്പിനുള്ള ദുആ മാത്രമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും പ്രിയപ്പെട്ട ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി, അവർ മുസ്ലിങ്ങളാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ആരാണെങ്കിലും, പ്രിയപ്പെട്ട ഗസയിലെ ജനങ്ങൾ അവർ പീഡിപ്പിക്കപ്പെടുകയാണ്, ഒരു കാരണവുമില്ലാതെ പീഡിപ്പിക്കപ്പെടുകയാണ്. അവർക്ക് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ പരിപാടികളൊക്കെ അവർക്ക് ഐക്യദാർഢ്യമായി നാം പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഈ പ്രിയപ്പെട്ട പ്രദേശത്തെ 9-ാം മൈൽ നിവാസികൾ നൽകിയ, സഹോദര സഹോദരിമാർ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഞങ്ങൾ ഹൃദയത്തിന്റെ അടുത്തുനിന്നുള്ള ഹൃദ്യമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അല്ലാഹുവേ, നീ കബൂലാക്ക് റഹ്മാനെ. പ്രിയപ്പെട്ട ഹബീബിന്റെ മദ്ഹുകൾ പാടിപ്പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ഈ ആപാലഭൂതം ജനങ്ങളെ ഊഷ്മളമായി സ്വീകരിച്ച 9-ാം മൈലിലെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നീ കബൂലാക്ക് റഹ്മാനെ. ഇവിടെ മുറാദുക്ക് നീ ഹാസിലാക്കി കൊടുക്ക റഹ്മാനെ. ഇവിടെ വിഷമങ്ങൾക്ക് നീ തീർത്തി കൊടുക്ക റഹ്മാനെ. ഇവർ നൽകിയ ഈ സ്വതത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഇവരുടെ മാതാപിതാക്കളുടെ, കുടുംബാദികളുടെ ബർസഖിയ ലോകത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്ക റഹ്മാനെ. ഇവിടെ ഖബറുകളൊക്കെ നീ സ്വർഗീയ പൂങ്കാവനമാക്ക റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇറങ്ങാൻ പറയാം. മുന്നിൽ കുറേ ഈ ഫോൺ അപ്പൊ ഊരണ്ടേ ശ്രദ്ധിക്കുക. നാട്ടിലെല്ലാ നല്ലവരായിരിക്കും. ഇൻഷാ അല്ലാഹ് 2 നേരവും നമുക്കുള്ള ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും കപ്പാസിറ്റി കമ്മിറ്റി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം